അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. അവന് വേണ്ടി മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാ. ഖലീഫ ഉമർ ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാദ്വലങ്ങളിൽ സുഖിച്ച് ശയിക്കുന്ന അല്ലയോ മക്കാദേശമേ, നിനക്കായിക്കൊണ്ട് പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തി കാണിച്ച വീരപുരുഷനാണ്, വീരകേസരിയാണ് ഉമർ ബിൻ അൽ ഖത്താബ്. ഖലീഫ ഉമർ വലിയൊരു സൈന്യം രൂപീകരിച്ചിരിക്കുകയാണ്. വീണ്ടും യുദ്ധത്തിനൊരുങ്ങുകയാണ്. പേർഷ്യക്കാരുടെ മുന്നേറ്റത്തെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ മുന്നേറ്റം ചെന്ന് അവസാനിക്കുക മദീനയിലായിരിക്കും. ഇസ്ലാമിക രാഷ്ട്രത്തെ തവിടുപൊടിയാക്കും. ആയതുകൊണ്ട് തന്നെ അതിനിർണായകമായിട്ടുള്ള ഒരു സമരത്തിനാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിൽ സൈനികർ അവരെങ്ങനെ യാത്ര ചെയ്യണം, ഒരു ദിവസം എത്ര യാത്ര ചെയ്യണം, രാത്രിയിൽ യാത്ര ചെയ്യണം, ഏതെല്ലാം തരത്തിലുള്ള ആക്രമണമാണ് നടത്തേണ്ടത്, അതേതെല്ലാം സാഹചര്യത്തിലാണ്, സേനയുടെ ക്രമീകരണം. വലിയൊരു സേനയാണുള്ളത്. അസാധാരണമായിട്ടുള്ള അംഗബലമുള്ള ഒരു വ്യൂഹമാണ്. ആയതുകൊണ്ട് എങ്ങനെ ക്രമീകരിക്കണം. മുമ്പിലും പിന്നിലുമായിട്ട് ഒട്ടകക്കൂട്ടങ്ങൾ, കുതിരകളുണ്ടായിരിക്കും, കാലാളുകളുണ്ടായിരിക്കും. ഏത് രീതിയിൽ ക്രമീകരിക്കണം, ഏതെല്ലാം സ്ഥലത്ത് ചെന്ന് ഏതെല്ലാം സമയത്താണ് വിശ്രമിക്കേണ്ടത്, താമസിക്കേണ്ടത്, അവിടുത്തെ താവളങ്ങൾ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ യുദ്ധത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇതെല്ലാം തന്നെ നിയന്ത്രിച്ചത് മറ്റാരുമല്ല, ഹദ്രത്ത് മുഹമ്മദ് തന്നെയാണ്, ഹദ്രത്ത് ഉമർ തന്നെയാണ്, ഉമർ ബിൻ ഖത്താബ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ സേനാനായകന് വിട്ടുകൊടുത്തില്ല. കാരണം അറേബ്യൻ മരുഭൂമിയിൽ, അറേബ്യൻ ഉപദ്വീപിൽ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് അറിയാവുന്ന കാര്യത്തിൽ മുന്തിയ ബുദ്ധിയുള്ള ഒരാളാണ് ഉമർ ബിൻ ഖത്താബ്. ബദർ യുദ്ധം മുതൽക്ക് തന്നെ എന്ന് വേണം കരുതാൻ അദ്ദേഹം നബി തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്നു. വലിയ സേനകളോട് നേരിട്ടപ്പോഴും ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടില്ല. ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് കിടങ്ങുകൾ കുഴിച്ച് പലപ്പോഴും പിന്മാറിയും മുന്നേറിയും വിജയത്തെ കൊയ്തെടുത്തത്, നബി തിരുമേനി എങ്ങനെയാണ് വിജയത്തെ കൊയ്തെടുത്തത് എന്ന കാര്യം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഉമറിനറിയാവുന്നിടത്തോളം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയില്ല. ആയതുകൊണ്ട് തന്നെ അതിനിർണായകമായിട്ടുള്ള യുദ്ധത്തിലെ ഗതിവിഗതികളെ നിയന്ത്രിക്കേണ്ടത് താൻ തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും അദ്ദേഹം തന്നെ അതിനുവേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്തു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. അവിടെ പോയി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിധത്തിലുള്ള സന്ദേശങ്ങളും വേണ്ടുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. യാത്രയ്ക്ക് വേണ്ട സമയമായി. യാത്രയ്ക്ക് വേണ്ട സമയമായപ്പോഴാണ് കപടവിശ്വാസികൾ രംഗത്തിറങ്ങുന്നത്. ആർജവമില്ലാത്തവർ, ഉള്ളിലൊന്ന്, വാക്കുകളിൽ മറ്റൊന്ന്, പ്രവൃത്തിയിൽ മറ്റൊന്ന്. ഇവരെയാണ് കപടന്മാരെന്ന് പറയുന്നത്, കപടവിശ്വാസികൾ എന്ന് പറയുന്നത്. പണ്ട് മദ്യപാനിയായിട്ടൊരാൾ റോഡിലൂടെ നടന്നു വരികയാണ്.
ഇനിയും മുന്നേറാൻ പറ്റില്ല, എവിടെയും ചെന്ന് വീഴും. നേരം വിരട്ടി തുടങ്ങി. ഇനി അവിടെ തന്നെ കിടക്കുക, വേറെ മാർഗമൊന്നുമില്ല. എവിടെ വീടെന്നറിയില്ല, ഇനി വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നറിയില്ല. അതുപോലെ തല കറങ്ങി. ഇയാൾ എന്ത് ചെയ്തു? അയാളുടെ തലയിലൊരു കെട്ടുണ്ടായിരുന്നു, ആ കെട്ടഴിച്ചു. കെട്ടഴിച്ചിട്ട് അയാളുടെ വലത്ത് ഭാഗത്ത് ആ മുണ്ടോണ്ട് ഇങ്ങനെ വീശി പൊടിയും കളഞ്ഞു. റോഡാണ്, അവിടുത്തെ പൊടിയും കളഞ്ഞു. എന്നിട്ട് ഈ മുണ്ട് എന്ത് ചെയ്തു? മുന്നിൽ വിരിച്ചു. വലതുവശത്തെ പൊടി കളഞ്ഞിട്ട് മുന്നിൽ വിരിച്ചു. കിടന്നത് എവിടെയാണെന്നറിയോ? ഇടതുവശത്ത്. ഇതാണ് ചിന്തയൊന്നും വാക്കൊന്നും പ്രവൃത്തിയൊന്നും പറയുന്നത്. ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ് കപടവിശ്വാസികൾ എന്ന് പറയുന്നത്. അവരുടെ പ്രവർത്തനങ്ങളിൽ വിശ്വാസം കാണാം, വാക്കുകളിൽ അതിലപ്പുറം വിശ്വാസം കാണാം. ഉള്ളിൽ അവർക്ക് ഇസ്ലാമിനെ കയറ്റി വയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇസ്ലാം സ്വീകരണം എന്ന് പറഞ്ഞാൽ അത് പൂർവജന്മാർജിതമായിട്ടുള്ള സുഹൃതം കൊണ്ട് സമ്പാദിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും മുസ്ലിം ആകുക, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അത് സർട്ടിഫിക്കറ്റിൽ കുറിച്ച് വെച്ചാൽ മതിയാവും പലപ്പോഴും. പക്ഷേ ഇസ്ലാമിൻ്റെ സ്വീകരണം നടത്തിയ, ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്യുന്ന, ഇസ്ലാമിൽ തന്നെ ജീവിതം ഇസ്ലാമിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു മുസ്ലിം, അതാണ് മുസ്ലിം. ശരിക്കും അതാണ് മുസ്ലിം. അതാവണമെന്നില്ല. അപ്പം അത്തരം ആളുകളെയാണ് നമ്മൾ കപടവിശ്വാസികൾ എന്ന് പറയുക. ഇവരെന്ത് ചെയ്തു? മുസ്ലിങ്ങളെ പേർഷ്യക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് രഹസ്യമായിട്ടുള്ള കുറേ പരിപാടികൾ അവർ ഒപ്പിച്ചു വയ്ക്കാൻ തുടങ്ങി. ആളുകളോടൊക്കെ ചെന്ന് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ യുദ്ധത്തിന് പോകുന്നത്? ഇത്ര കാലം പോയിട്ട് യുദ്ധം ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരുന്ന വല്ല ഉറപ്പുണ്ടോ? ഈ യുദ്ധം ജയിക്കുന്ന വല്ല ഉറപ്പുണ്ടോ? ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുന്ന വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഈ നാടും നാടിൻ്റെ മഹത്വവും സുഖവും എല്ലാം ഉപേക്ഷിക്കുക, മരുഭൂമിയിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് നിങ്ങൾ എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്? ഇങ്ങനെ അവരെ പിന്തിരിപ്പിക്കാൻ, അവരെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള ഒരുപാട് പ്രചാരണങ്ങൾ ഈ കപടവിശ്വാസികൾ അവിടെ പരമരഹസ്യമായിട്ട് സംഘടിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം ഖലീഫ ഉമർ മനസ്സിലാക്കുകയും ചെയ്തു. അതിന് ഹദ്റത്ത് ഉമർ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഗൂഢതന്ത്രങ്ങളെ പൊളിച്ചടക്കുകയും ചെയ്തു. ഒരിക്കൽ സൈന്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഖലീഫ പറഞ്ഞു, പ്രിയപ്പെട്ട ജനങ്ങളെ, അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങളിൽ സംശയം ജനിപ്പിക്കാൻ ആളുകളോട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളിൽ ഭീരുത്വം പകരാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രചാരണങ്ങൾ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നാം എങ്ങനെയാണ് കൈസറന്മാരോട് യുദ്ധം ചെയ്യുന്നത്? എണ്ണമില്ല, വണ്ണമില്ല, ആയുധമില്ല, ഇത്രയും ദൂരം നടന്നു പോകണം. അങ്ങനെ എങ്ങനെയാണ് അവരോട് യുദ്ധം ചെയ്യാൻ കഴിയുന്നത്? കിസ്രോ വലിയവനാണ്, കിസ്രോ ആണ് ഏറ്റവും വലിയവൻ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഉമർ പറഞ്ഞു, കിസ്രോവിനേക്കാൾ വലിയവനാണ് പരമകാരുണികനായിട്ടുള്ള അള്ളാഹു എന്നുള്ള വസ്തുത അവർ വിസ്മരിച്ചിരിക്കുകയാണ്. ഈ കപടവിശ്വാസികൾ അവരത് വിസ്മരിച്ചിരിക്കുകയാണ്. ആ രീതിയിലാണ് അവർ പെരുമാറുന്നത്. കിസ്രോ ആണ് വലിയവൻ. ഒരു കാര്യം പറയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഭയപ്പെട്ടോ ആത്മവിശ്വാസമില്ലാതെയോ ഭീരുത്വത്തിൻ്റെ പേരിലോ മടിയുടെ പേരിലോ ആ സാമ്രാജ്യങ്ങളെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന മദീനയിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അവരവിടെ അടങ്ങിയിരിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ ഒരു ദീൻ, ഈ ഒരു മതം അത് അറബികൾക്ക് മാത്രമുള്ളതല്ല, അറബ് ദേശത്തുള്ളവർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് മുഴുവൻ
മാനവതയ്ക്കുമുള്ളതാണ് ഈ മതം. ഈ ഒരു ദീൻ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അത് ലോകമെമ്പാടും പകർന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സിംഹാസനമിളകും, കിരീടം തെറിച്ചു പോകും. ഇതൊക്കെ ഭൂമിയിലെ ചക്രവർത്തിമാർ ഭയക്കുന്നുണ്ട്. കാരണം അവർ അടിച്ചമർത്തിയ പീഡിതരുണ്ട് ഇവിടെ. ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ലാത്ത ആളുകളെന്ന് വിധിക്കപ്പെട്ടവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഈ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടവർ, അടിമകളായിട്ട് ജീവിക്കേണ്ടി വന്ന ആളുകൾ ഇസ്ലാം അധികാരത്തിൽ വന്നാൽ, മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയവനില്ല, ചെറിയവനില്ല, ചക്രവർത്തിയില്ല, രാജാവില്ല. അള്ളാഹുവിൻ്റെ മുമ്പിലെല്ലാം വരിയായിട്ട് നിൽക്കണം. അള്ളാഹുവിൻ്റെ കരുണയ്ക്കായിട്ട് വരിയായിട്ട് നിൽക്കണം. അതാ രാജാവ് എഴുന്നള്ളുന്നു, മുമ്പിൽ നിൽക്കട്ടെ എന്നൊരു വാക്ക് അവിടെ മുഴങ്ങാൻ പാടില്ല. ആയതുകൊണ്ട് തന്നെ അവർ അടിച്ചമർത്തിയ പീഡിതർ അവർ മോചിതരാകും, യാതൊരു സംശയവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ യാചകനില്ല, രാജാവില്ല, ചക്രവർത്തിയില്ല, വ്യത്യാസങ്ങളില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യര്. അതുകൊണ്ട് തന്നെ ചക്രവർത്തിമാർ ഭയപ്പെടുകയാണ്. തങ്ങളുടെ സിംഹാസനം പോയത് തന്നെ, തങ്ങളുടെ കിരീടം പോയത് തന്നെ, തങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടത് തന്നെ, സ്വാർത്ഥ താല്പര്യ സംരക്ഷണം ഇനി മനസ്സിൽ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യും. ഇവിടെ ഞാനൊരു കാര്യം മനസ്സിലാക്കുകയാണ്. ഉമർ പറയുകയാണ് സൈനികരോട്, നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട് നിങ്ങളിൽ നാശം വിതയ്ക്കുന്ന നിരവധി കപടന്മാർ. അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നവരുണ്ട്. എടോ, താനിങ്ങനെ യുദ്ധത്തിന് പോയിട്ട് തനിക്കെന്തൊരു നേട്ടമുള്ളത്? അതും ശരിയാണ് എന്ന രീതിയിൽ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്. അക്രമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് അറിയുന്നത്, ഈ ലോകത്തിലെ ഓരോ ചലനങ്ങളെയും സസൂക്ഷ്മം വീക്ഷിക്കുന്നതും വിലയിരുത്തുന്നതും അത് മറ്റാരുമല്ല, പരമകാരുണിക സ്വരൂപനായിട്ടുള്ള പരമപിതാവായിട്ടുള്ള അള്ളാഹുവാണ്. ദൈവദൂതൻ അവരെ വധിക്കുന്നത് വിലക്കിയിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള കപടന്മാരുടെ പേരുകൾ പറയുമായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറയുന്നില്ല, അവരെ അവഗണിച്ചേക്കുക. അവരുടെ നാവിലൂടെ പുറത്തു വരുന്ന പൈശാചികമായിട്ടുള്ള പ്രചാരണങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അനന്തരമായിട്ട് നൽകുമെന്ന് വിശുദ്ധ ഗ്രന്ഥം കരാർ ചെയ്ത് വാഗ്ദത്ത ഭൂമിയിലേക്ക് നിങ്ങൾ മുന്നേറുക. അല്ലാഹു തൻ്റെ ദീനിനെ സഹായിക്കുക തന്നെ ചെയ്യും. തന്നെ സഹായിക്കുന്നവരെ പ്രതാപവാന്മാരാക്കി മാറ്റും. തൻ്റെ ആൾക്കാരെ ജനതതികളുടെ അനന്തരാവകാശികളായിട്ട് മാറ്റുകയും ചെയ്യും. അതിനാൽ അള്ളാഹുവിൻ്റെ അനുസരണമുള്ള അടിമകളെവിടെ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഖലീഫ ഉമർ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഗഹനമായിട്ടുള്ള വസ്തുതകൾ അടങ്ങിയൊരു ചോദ്യം, അർത്ഥഗർഭമായിട്ടുള്ളൊരു ചോദ്യം. അതിന് നേരെ അവരെല്ലാവരും പ്രതികരിച്ചു. വളരെ ആരോഗ്യകരമായിട്ട്, സർഗാത്മകമായിട്ട് പ്രതികരിച്ചു. 4000 സന്നദ്ധ ഭടന്മാർ ഉടനെ തന്നെ സയ്യിദിനോടൊപ്പം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അവരെ കൂടെ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് ഒരുപാട് പട്ടാളക്കാർ ആ സംഘത്തോടൊപ്പം ചേർന്നു. ആ സംഘത്തിൽ കവികളുണ്ടായിരുന്നു, അവർക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗകരുണ്ടായിരുന്നു, യോദ്ധാക്കളുണ്ടായിരുന്നു, അശ്വഭടന്മാരുണ്ടായിരുന്നു, അസ്ത്രപ്രയോഗ വിദഗ്ധരും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ സർറൂദിലെത്തിയപ്പോഴേക്കും എണ്ണം
20,000 മാറി. എല്ലാവരും സയ്യിദിൻ്റെ നേതൃത്വത്തിൽ മരുഭൂമിയിലെ വഴികളിലൂടെ 18 നാളാണ് സഞ്ചരിച്ചത്. അങ്ങനെ തലബ എന്ന സ്ഥലത്തെത്തി. ഇനി കുഫയിലെത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് 3 ദിവസത്തെ വഴി ദൂരമാണ് ഉണ്ടായിരുന്നത്. 3 മാസക്കാലം ഇവരവിടെ താമസിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ മുഥന്ന ദുവഖാർ എന്ന സ്ഥലത്ത് അവിടെ കഴിച്ചു കൂട്ടുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അപ്പോഴുണ്ടായിരുന്നത് 8,000 ഭടന്മാരാണ് ഉണ്ടായിരുന്നത്. സയ്യിദിൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരവിടെ നിന്നത്. അവരുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ദുവഖാറിൽ നിലയുറപ്പിച്ചത്. ഉടനെ വരുമെന്നൊരു പ്രതീക്ഷയെങ്കിൽ പോലും ഈശ്വരൻ വിധിച്ചത് മറ്റൊന്നായിരുന്നു. സയ്യിദിൻ്റെ വരവിന് മുൻപ് തന്നെ മുഥന്ന ഇഹലോകവാസം അവസാനിപ്പിച്ചു. മറൂഹയിലെ യുദ്ധത്തിൽ ശത്രുവിൻ്റെ ആയുധമേറ്റ് ഉണ്ടായിട്ടുള്ള വലിയ മുറിവ് അത് ഉണങ്ങിയില്ല, അത് ഗുരുതരമായി. അതിൻ്റെ പേരിൽ അദ്ദേഹം അന്ത്യശ്വാസം വരിക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയും മാരകമായിട്ടുള്ള മുറിവ് ഏറ്റിട്ടും അദ്ദേഹം രംഗത്തുനിന്ന് മാറിയില്ല. ആവശ്യമായിട്ടുള്ള ചികിത്സകൾ തേടിയില്ല. കൊടുത്ത ചികിത്സകൾ മുഴുവൻ അദ്ദേഹം തള്ളിക്കളയാണ് ഉണ്ടായത്. മാത്രമല്ല, തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള സൽമയെ ആ വിവരം ഒന്ന് അറിയിക്കാൻ പോലും അദ്ദേഹം മെനക്കെട്ടില്ല. ഇനിയും തനിക്ക് ജീവിതമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. താൻ രക്തസാക്ഷിയാകാൻ പോവുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം തൻ്റെ സൈനിക നേതൃത്വം ബഷീർ ഇബ്നുൽ ഖസ്വാസിയയെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മുഥന്ന ഈ ലോകത്തോട് വിട പറഞ്ഞത്. അൽഹംദുലില്ലാഹ്.